കൃഷിയും കരകൗശലവും ഒന്നു ചേർന്നാൽ അതിനെ കൊക്കഡമ എന്ന് വിളിക്കാം. പായലും ചെടിയും ചേരുമ്പോൾ രൂപപ്പെടുന്ന ജീവനുള്ള ശില്പമാണ് കൊക്കഡമ. എന്നാൽ കാഴ്ചയിൽ അതിമനോഹരവുമാണ്. ഹരിതഭംഗിയിൽ നിറഞ്ഞു നിൽക്കുന്നവയാണ് കൊക്കഡമ എന്നറിയപ്പെടുന്ന പായൽ പന്തുകൾ. ജാപ്പനീസ് ഉദ്യാന കലാസൃഷ്ടിയാണ് കൊക്കഡമ. ചെടിച്ചട്ടി ഇല്ലാതെ തന്നെ അലങ്കാര സസ്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണിത്. അധിക ചിലവുകൾ ഒന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ കൊക്കഡമ ഏതൊരാൾക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കൊക്കഡമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പായൽ, മണ്ണ്, നൂല്, കോട്ടൺ തുണി ഇത്രയുമാണ് കൊക്കഡമ നിർമ്മിക്കാൻ ആവശ്യം. മണ്ണിനു പകരം ചകിരിച്ചോറും ചാണകപ്പൊടിയും മിക്സ് ചെയ്തും പന്തുണ്ടാക്കാം. നല്ല പച്ച നിറത്തിലുള്ള പായൽ നീളത്തിൽ ലെയറായിട്ട് എടുക്കണം. മണ്ണ് നന്നായി കുഴച്ച് ഉരുട്ടി പന്ത് രൂപത്തിലാക്കണം. ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇറക്കി വെച്ച ശേഷം വീണ്ടും മണ്ണുകൊണ്ട് പൊതിഞ്ഞ് പന്ത് രൂപത്തിലാക്കി വെക്കുക. പന്തിന് മുകളിൽ കോട്ടൺ തുണി കൊണ്ട് പൊതിയാം. നൂൽ കൊണ്ട് നന്നായി ചുറ്റി കെട്ടി ഉറപ്പിക്കുക. കോട്ടൺ തുണിക്ക് മുകളിൽ പച്ചപ്പായൽ പൊതിഞ്ഞെടുക്കണം. നൂൽ കൊണ്ട് നന്നായി ചുറ്റി പായൽ ഉറപ്പിക്കാം. ഈ പായൽ പന്തുകൾ തൂക്കിയിടുകയോ ഭംഗിയുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ ആവാം. പായൽ പച്ചയായി തന്നെ നിലനിൽക്കാൻ ദിവസവും 2 തവണ വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കണം. കൊക്കഡമ വെള്ളത്തിൽ മുക്കിയെടുക്കുകയും ചെയ്യാം. ചെലവൊട്ടുമില്ലാതെ നിർമ്മിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ ബോൺസായി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്നാൽ കാഴ്ചയിൽ അതിമനോഹരവുമാണ്.